ഞാൻ ഓടിക്കോളോടാ ഫുണ്ട്. എനിക്ക് സമയം എന്താ? ഹലോ, ஒரு பறவை அது பேரு பருந்த, அந்த பருந்து கீழ 100 பசங்க. സ്റ്റാർട്ട് ദ ന്യൂ ഗെയിം. ഇതെന്തോ ബി ദിസ് ലോസർ. അത് കൊടുത്തോ. എന്താ ഈ ഗെയിം അറിയാം എനിക്ക്. വഴിയേ പോ. അല്ല വഴിയേ പോ. ആ വഴിയേ കൊല്ലേ ഇപ്പൊ അതൊന്നും അടിച്ചു കൊന്ന് ഒറ്റടി ടപ്പ് കൊതു കടിക്കുന്ന പോലെ. ഇത് വഴി പോകുന്ന മരൊക്കെ വെട്ടിച്ച് കൊല്ലു. അല്ലെ പറന്ന് വീണെന്ന് കണ്ട എന്തൊക്കെ കറങ്ങിപ്പോടപ്പോ. ഓക്കെ അല്ലേ? ചാടി ചാടി നോക്ക്, സ്പേസ് അടിച്ച് ചാടി നോക്ക്. ചാടി പോ. ചാടാൻ പറ്റില്ല. ചാടാൻ പറ്റില്ലേ? ഡോട്ട് ചെയ് ഒന്ന് ജിഗിളേ. ഓ ഇത് മിക്കവാറും കീബോർഡ് എല്ലാം അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. അപ്പൊ V3 V4 இப்பதான் ஒரு மவுஸ் உடைஞ்சது. അങ്ങനെ സൂപ്പർ. ഓ ലെഫ്റ്റിൽ കൂടെ നോക്കാം, അത് കൂടെ നോക്കാം. മറക്കല്ലേ ഇതൊന്നും, കിട്ടിയതൊന്നും മറക്കാൻ പാടില്ല. ഐറ്റി പോയി ഒളിക്കണം തോന്നുന്നു. വേറെ സ്ഥലത്ത് സ്പോൺ ആയി നമ്മള്. ബാക്കിലോട് ഓ അത്ര ഉള്ളു. ഓ നമ്മള് പഠിച്ചിട്ടാ. അപ്പുറത്തെ മരത്തെ തട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അത് ചെയ്യരുത്. കൊണ്ട് അത് വേറെ സ്ഥലത്ത് നിന്ന് വീണ്. എനിക്കിപ്പോ ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. ഡോട്ട് ചെയ്ത് ഏതാ? മറ്റേ ബാക്കിൽ ഓ അത്ര ഉള്ളു. എങ്ങോട്ട് ചാടി ഓട്. ഒറ്റ ഫേക്ക് ചെയ്തിട്ട് ഓട്. വേണ്ട, ഫേക്ക് ചെയ്തിട്ട് ഓട്. ഒരു വട്ടം ഫേക്ക് ചെയ്തിട്ട് ഓട്. ആ ഏതാ? ചെക്ക് പോയിന്റ് കിട്ടി. ഈ മരം തിരിച്ചടിക്കേ നോക്ക്. ദൂരത്ത് കൊണ്ട് വന്നടിച്ച്. അല്ലെ ഡോജ് ചെയ്ത് പോവാ. 3 മാർക്കിൽ കിട്ടുന്നു. പുതിയ നോക്ക്. കൂടെ പോണ കൊണ്ട് നിങ്ങള് ഗെയിം കളിക്കുന്നത് ചില്ലാവാനല്ലടാ. മെന്റൽ ഹെൽത്തിനെ ബാധിച്ചു തുടങ്ങരുത് നമ്മുടെ ആറ്. ഒന്നും നോക്കാതെ അങ്ങനെ ഓടളിയാ. അപ്പൊ വെടിയുള്ളൂ. ഇത് ഡെമോ മാത്രമാണേ. ഓ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ത് സമാധാനമുള്ള മ്യൂസിക്കില്ലേ. സൂപ്പർ
സൂപ്പർ കളിയാ. അതിന്റെ അടുത്ത് ഓട് ഓട് ഓടി 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 ഓടി. ഓട് ഓട് ഞാൻ ഓടിക്കോളടാ ഫുണ്ട് എനിക്ക് സമയം എന്താ? പോയി 10 വെളുപ്പിനെ അച്ഛൻ്റെ നീ മറന്നുപോടാ. നീ പിറകോട്ടാണല്ലേ. ഇത് ഏതോ ഒരു ഇല്ലാത്തവൻ. നമുക്ക് വല്ല ലോറി ഓടിച്ചിരുന്നാ പോലെ എന്തിനായിരുന്നു? എനിക്ക് ലോജിക്ക് മനസ്സിലായി ഇതിന്റെ. ഇത് കണ്ടോ? നോക്കില്ല പറഞ്ഞ അതിന്റെ ഇത് പോവും. ഓ മൂവ്മെന്റ് അണ്ണാ നാക്ക് മനസ്സിലായി. അണ്ണാ അതാണ് അണ്ണാ ഗെയിം ക്രാക്ക് ചെയ്ത് ലോജിക്ക് മനസ്സിലായി. ഓ ഈ മരത്തെ കൊണ്ടുപോവാം നമ്മള്. ഹലോ ഹലോ ഇത് സൂപ്പർ നിക്കാൻ ഓടിയാ. അണ്ണ പുല്ലെല്ലാം കാണുന്നു പോച്ച കയറി. പുല്ലിന്റെ അകത്ത് കേറിയാ. എനിക്ക് ലോജിക്ക് കൂടിയിട്ടേ സൂപ്പർ സൂപ്പർ. അങ്ങനെ ഓടിയോ പുല്ലിന്റെ അകത്തെ ഏത് പുല്ലിന്റെ നേരെ 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 സൂപ്പർ സൂപ്പർ. ആ പുല്ലിന്റെ അകത്ത് പോകുമ്പോ ഫാസ്റ്റ് മൂവ്മെന്റ് നടക്കുന്നു മനസ്സിലായ. അവിടുന്ന് കുറച്ച് സ്പീഡായി പോയോ എന്നൊരു ഡൗട്ട്. സന്തോഷിക്കുന്ന മാറ്റാണ് അവിടെ. അത് ഇവിടുന്ന് ഒരു വീഡിയോ ഉള്ളു. പുല്ലിന്റെ അകത്ത് ഫാസ്റ്റ് ആണ് കേട്ടാളി. അത് റൈറ്റ് ചേർന്ന് നോക്ക് കുറച്ച്. ആ അത്ര അതിനകത്ത് ഹോളുണ്ട്. നീ തോറ്റെന്ന് പറഞ്ഞാൽ മാത്രം ഞാൻ പറഞ്ഞല്ലോ കേട്ടാ. അങ്ങനെ തോറ്റു മടങ്ങുന്നവനാണോ ഞാൻ? ഈ മരത്തെ കൊണ്ടോ കളിയാ ചേർത്ത് കൊണ്ടോ അടിക്കാൻ കളിയാ. അത് വേണ്ട. ആ ഈകളെ കാണാനില്ല പെട്ടെന്ന്. അവിടെ വേ ഇല്ലല്ലോ ളിയാ. ചാടിപ്പോ അയ്യോ ചാടാനൊന്നും പറ്റില്ലടാ. അണ്ണാ അവിടെ എത്തുമ്പോ റൈറ്റ് എക്സ്ട്രീം പിടിച്ച് പോകണ. അപ്പൊ അവൻ അടുത്തെത്താൻ പാടായിരിക്കും. ആ പുല്ലേറ്റോ റൈറ്റ് ചേർന്ന് പോയി നോക്കൂ. അതൊന്ന് ട്രൈ ചെയ്ത് കളി. അതൊന്ന് ട്രൈ ചെയ്ത്.
ആ ഇവിടുന്ന് റൈറ്റ് വിളിച്ചോ, ഫുൾ റൈറ്റ് വിളിച്ചോ. പണ്ട് ഇവ speed ഇവ speed അളിയ അവന്മാര് പുല്ലില് കേറിയ സ്പീഡാവുന്നു, മനസ്സിലായ? ഇതെന്തോ തിരിവാണ് ഗെയിം, എന്തോ പ്രശ്നമുണ്ട്. ഇത് എന്തോ പണിഞ്ഞു വെച്ചിരിക്കണ. ചന്തി വെച്ച് കിട്ടേട്ടാ. പൊട്ടിക്കേ സ്പീഡില് വന്ന് ഇടിക്കുവാടാ. തോറ്റ് ഞാൻ തോറ്റ്. അതെ അതിന്റെ നടുക്കൂടെ ഓടിയാ, നടുക്ക് വെച്ച പിടിച്ചങ്ങ് ഓടണം. എങ്ങനെ? അതിന്റെ സെന്ററിൽ നേരത്തെ കമ്പത്തി അടിച്ചായിരുന്നു. സെന്ററിൽ ഒരു കുഴിയുണ്ട്, ആ കുഴിയെ പിടിച്ചങ്ങ് പോകണം. ഇവിടെ എങ്ങനെ? നേരെ പോയി റൈറ്റ് മിഡിൽ ആ അതിന്റെ സെന്റർ വെച്ചാ പിടിച്ചോ, സെന്റർ പിടിച്ചോ. സൂപ്പർ കളിയാ. ഇവിടെ ഇത്രയും നല്ല ലെഫ്റ്റോട്ടോ. പിന്നെ അമ്മ ഒരുത്തൻ ചുടുമ്പ്. ഉണ്ണക്കളി. ഞാൻ ഇപ്പൊ പോയിട്ട് വരാം. ഞാൻ നിങ്ങൾക്ക് വ്യൂവേഴ്സ് റെസ്പെക്ട് ഇല്ലാന്നൊന്നും വിചാരിക്കല്ലേ ഗൈസ്, വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ ഇന്ന് ആർപ്പി കളിക്കാൻ തന്നെയാണ് വന്നത്. ഒരു 2 മണിക്കൂർ ആർപ്പി കളിച്ചിട്ട് പോകാന്നുള്ള രീതിയിലാണ് വന്നത്. ഞാൻ ഭയങ്കര ടയർഡായി സത്യം പറയല്ലോ. വൈകിട്ട് പ്രാക്ടീസിനൊക്കെ ഞാൻ 2-2.5 മാസത്തിന് ശേഷമാണ് ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യണത്. ഞാൻ ഇന്ന് നല്ല ഇതായി, എനിക്ക് അതേ നേരം ഇരിക്കാൻ വയ്യ. എനിക്കൊന്ന് പോയി കുളിക്കണം, ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നാൽ പിന്നെ ഞാൻ ഇരുന്നേനെ. എനിക്കൊന്ന് കുളിക്കണം, അതുകൊണ്ടാണ്, വേറെ ഒന്നും അല്ല. നാളെ വരാം, നാളെ ലൈവ് വരാം ഉറപ്പായിട്ട്. നാളെ നമുക്ക് ആർപ്പി നല്ലൊരു ആർപ്പി. ഞാൻ വരുന്ന ദിവസങ്ങളിലാണ് സെർവർ ഇല്ലാത്ത, എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും നാളെ കാണാം. അങ്ങനെ വിചാരിക്കരുത് നിങ്ങൾ, യൂസ് റെസ്പെക്ട് ഇല്ലാതെ പോവുകയാണെന്ന് വിചാരിക്കരുത്. അപ്പോൾ ബൈ. ഞാൻ വരുമെങ്കിൽ രാത്രിയിൽ ഞാൻ അവരോട് പബ്ജി കളിക്കാൻ വരും. ഇപ്പം എനിക്ക് പോയി കുറച്ച് ഫുഡ് കഴിക്കണം, ഒന്ന് കുളിക്കണം, അതാണ് ഇപ്പോൾ മെയിൻ പരിപാടി. അപ്പോൾ ഞാൻ അതിനൊന്ന് പോയിട്ട് വരാം. അപ്പോൾ നാളെ കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ. നിഖിൽ ഗെയിമിംഗ് സൈനിങ് ഓഫ്. സുഖനിദ്ര, ശുഭനിദ്ര. സീ യു ടുമോറോ. ഞാൻ ഹോസ്റ്റ് ചെയ്തേക്കെ ഗൈസ്, ഞാൻ ആർക്കെങ്കിലും ഹോസ്റ്റ് ചെയ്തേക്കാം. ഒരു മിനിറ്റ്. ഗൈസ് മന്ദാരത്തിന്റെ ഇതിന്റെ പേരെന്താ ഗൈസ്? ഇതിന്റെ മന്ദാരത്തിന്റെ ചാനലിന്റെ പേരെന്തായിരുന്നു? ഇതിനകത്ത് അവന്റെ ഇത് സെർച്ച് ചെയ്തിട്ട് കാണിക്കുന്നില്ല ഗൈസ്. മന്ദാരത്തിന്റെ ചാനലിന്റെ പേരെന്ന് പറയോ? റഗാറി. അത് എന്തായിരുന്നു അതിന്റെ സ്പെല്ലിങ്? RHEA. എനിക്ക് കാണിക്കുന്നില്ല അങ്ങനെ ഒരു ചാനല്. ഓക്കെ ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ എല്ലാരും മന്ദാരത്തിന്റെ ലൈവിലോട്ട് ചെല്ലുക ഗൈസ്.